ചില്ലി ചിക്കൻ്റെയും ഫ്രൈഡ് റൈസിൻ്റെയും വീഡിയോ ആട്ടോ. അതിനായിട്ട് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള ചിക്കനിലോട്ട് നമ്മൾ 2 ടേബിൾ സ്പൂൺ വീതം ചില്ലി സോസും ടൊമാറ്റോ സോസും സോയാ സോസും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും അതുപോലെ തന്നെ പെപ്പറും ആഡ് ചെയ്യുന്നു. പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ കശ്മീരി മുളക് പൊടി ആഡ് ചെയ്യുന്നു. പിന്നീട് നമ്മൾ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഒരു 1 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടെ ഇതിലോട്ട് ആഡ് ചെയ്യുന്നു. എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇത് അതൊരു അറ്റ്ലീസ്റ്റ് ഒരു 1 hour എങ്കിലും മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ ഒരു മുട്ട പൊട്ടിച്ചതിലോട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചതിന് ശേഷം ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആഡ് ചെയ്ത് നന്നായിട്ട് കുഴച്ച് ഒന്ന് മാറ്റി വെക്കുക. അതിനുശേഷം ഒരു 15 minutes ഒക്കെ കഴിയുമ്പോഴേക്കും നമ്മൾ എണ്ണ ഒഴിച്ച് കുറച്ച് എണ്ണയിട്ട് പാനിലൊന്ന് വറുത്തെടുക്കുന്നു. ഇനി ശേഷം ഞാൻ കാണിക്കുന്നത് ഫ്രൈഡ് റൈസിൻ്റെ വീഡിയോ ആട്ടോ. അതിനകത്ത് നമ്മൾ ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ടുള്ള എണ്ണ നമ്മളൊരു വലിയൊരു പാത്രത്തിലോട്ട് ഇട്ടിട്ടുണ്ട്. അതിനുശേഷം ഞാൻ അതിലോട്ട് കൊത്തി അരിഞ്ഞിട്ടുള്ള നമ്മുടെ ഗാർലിക് ഇട്ട് കൊടുക്കുകയാണ്, വെളുത്തുള്ളി. പിന്നീട് നമ്മൾ സവാള, ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് വെള്ള സവാളയാണ്, അത് നൈസായിട്ട് അരിഞ്ഞിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് പോർഷൻ കുറച്ച് ഒരു പിടിയോളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ക്യാപ്സിക്കം ഞാനിവിടെ മഞ്ഞയും പച്ചയും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അത് നീളത്തിൽ അരിഞ്ഞതാണ്. പിന്നീട് ക്യാബേജ്, പുറകെ തന്നെ സെലറി, പിന്നെ അതുപോലെ തന്നെ ക്യാരറ്റ്, ഇവയെല്ലാം നീളത്തിൽ അരിഞ്ഞിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നു. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും 2 ടേബിൾ സ്പൂൺ ചില്ലി സോസും ആഡ് ചെയ്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ആവശ്യത്തിന് കുരുമുളക് പൊടിയും ചേർത്ത് കുറച്ച് ടൊമാറ്റോ പ്യൂരി എന്ന് പറഞ്ഞ് നമുക്ക് മേടിക്കാൻ കിട്ടും, അതൊരു ടേബിൾ സ്പൂൺ കണക്കിന് അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുത്തു. നമ്മൾ മുന്നേ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുള്ള വലിയ നീളത്തിലുള്ള റൈസ്, ബസ്മതി റൈസ് വേവിച്ച് വെച്ചിട്ടുള്ളത് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നു. മുട്ട കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും കൂടെ ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ച് വേറൊരു പാനിലാണ് മുട്ട ചിക്കി റെഡിയാക്കുന്നത്, അത് ഇതിലോട്ട് കൊട്ടി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതൊന്ന് മിക്സ് ചെയ്യുന്നു. കുറച്ച് ചിക്കനും കൂടെ നമ്മൾ ഇതിലോട്ട് വറുത്ത ചിക്കനും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് ഫ്രൈഡ് റൈസ് റെഡി. അടുത്തത് നമ്മുടെ ചില്ലി ചിക്കൻ്റെ പരിപാടിയാണ്. എണ്ണയിലോട്ട് കൊത്തി അരിഞ്ഞിട്ടുള്ള ഗാർലിക്, പിന്നെ അതുപോലെ സ്പ്രിംഗ് ഓണിയൻ ചേർത്തൊന്ന് വഴറ്റുന്നു. ചതുരത്തിൽ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ആഡ് ചെയ്ത് കൊടുക്കുന്നു, ഒരു 2 സവാള. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ സോയാ സോസ്, ടൊമാറ്റോ സോസ്, ചില്ലി സോസ്, പിന്നെ അതുപോലെ ടൊമാറ്റോ പ്യൂരി, ഇത്രയും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നു. എല്ലാം ഒരു ഏകദേശം 2 ടേബിൾ സ്പൂൺ. പിന്നെ മുന്നേ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസുകൾ അത് ഇതിലോട്ട് ആഡ് ചെയ്യുന്നു. ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടുള്ളത് ഇതിനകത്തോട്ട് ആഡ് ചെയ്തതിന് ശേഷം കറക്റ്റ് കൺസിസ്റ്റൻസിയിലോട്ട് ആക്കിയെടുക്കുക. ഇനി നമ്മൾ നമ്മുടെ സ്പ്രിംഗ് ഓണിയൻ്റെ ഗ്രീൻ പോർഷൻസ് നമ്മൾ അലങ്കാരത്തിനായിട്ട് വെതറിയിടുന്നുണ്ട്. പിന്നെ അതാണ്ടേ നമ്മുടെ ചില്ലി ചിക്കൻ റെഡിയായി. ഇതോടുകൂടി സംഭവം സെറ്റ്. സത്യം പറയാമല്ലോ, ഇതിൻ്റെ പ്ലേറ്റിംഗ് വീഡിയോ ചെയ്യണം എന്നായിരുന്നു വിചാരിച്ചത്, സത്യമായിട്ടത് മറന്നുപോയി. ഇതെല്ലാം ചെയ്തു വന്നപ്പോഴേക്കും നല്ല വിശപ്പുണ്ടായിരുന്നു, അങ്ങ് എടുത്ത് കഴിച്ചു. വീഡിയോ എടുക്കാനായിട്ട് അങ്ങ് മറന്നും പോയി. ഞാൻ എന്താ കുറച്ച് കുരുമുളകും കൂടെ മേൽപ്പൊടിക്ക് ഇടുന്നുണ്ട് കേട്ടോ. അപ്പം സംഭവം സെറ്റാണ് നമ്മൾ റെഡിയാക്കിയത്. നല്ല ടേസ്റ്റ് ആയിരുന്നു. നമ്മുടെ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ഒക്കെ നല്ല പൊള്ളിയായിരുന്നു. സംഭവം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുതേ. താങ്ക്